അൺപ്ലഗ് ടോക്ക് വിത്ത് ഉനൈസ് മൈനാടി എന്ന ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് മലയോര മേഖലയുടെ ആത്മീയ ചൈതന്യം എന്ന് തന്നെ നമ്മൾക്ക് പറയാം. ബഹുമാനപ്പെട്ട സയ്യിദ് ഷറഫുസാദാത്ത് ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് തങ്ങൾ ആദൂരാണ് എൻ്റെ കൂടെയുള്ളത്. ബഹുമാനപ്പെട്ട തങ്ങളെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ആത്മാർത്ഥമായി ഞാൻ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ബഹുമാനപ്പെട്ട തങ്ങൾ തിരക്കിൽ നിന്നും തിരക്കിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. മാത്രമല്ല, പ്രത്യേകിച്ചും ആദൂർ എന്ന ഈയൊരു മേഖലയെ, മലയോര മേഖലയെ, ആദൂരിൻ്റെ ഒരു ചരിത്രം അതെങ്ങനെ നോക്കിക്കാണുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. ഈ ആദൂർ എന്ന് പറയുന്ന പ്രദേശം വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. ഏതാണ്ട് ഒരു 300 വർഷം മുമ്പ് ഈ പ്രദേശങ്ങളൊക്കെ ഒരു കാലത്ത് മദ്രാസിൻ്റെയും മൈസൂറിൻ്റെയും അധീനതയിലായി ഭരിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇവിടെ മതമൈത്രി എന്ന് പറയുന്നത് ഈ നാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ കാസർഗോഡിൻ്റെ പ്രത്യേകതയായതുപോലെ ആദൂർ എന്ന് പറഞ്ഞാൽ ഇത് കന്നഡ ഭാഷയാണ്. ദൂർ എന്നതിൽ നിന്നാണ് ആദൂറായി ലോപിക്കുന്നത്. അപ്പം അന്ന് ഈ നാട്ടിലേക്ക് ആദ്യമായി കടന്നു വന്നത് സാദാത്തുക്കളിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഹസനു സഖാഫിൽ ഹദറമി റളിയല്ലാഹു അൻഹു എന്ന് കൊടകിലെ എരുമാട് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ. മുമ്പേ ഇവിടെ ഇസ്ലാം ഉണ്ടായിരുന്നു. കല്ലായി ഷെയ്ഖിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന് അനുമാനിക്കപ്പെടുന്നു. ഇജാറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തങ്ങളുടെ വരവോടു കൂടിയാണ് ഒരു ഇസ്ലാമിക നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ദൂർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കാര്യങ്ങൾ പറയുക. ദൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളും വിഷമങ്ങളും പറയുന്നത്, വേവലാതികൾ പറയുന്നത്. അങ്ങനെ തങ്ങളുടെ അടുക്കലേക്ക് വരും. എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. ഇവിടുന്ന് പരിഹരിക്കും. അവിടെ ജാതിയില്ല, ഭേദമില്ല, വർണ്ണമില്ല, വർഗ്ഗമില്ല, ഒന്നുമില്ല. അങ്ങനെ ദൂർ ലോപിച്ച് ആദൂരായി അത് മാറി. അങ്ങനെയാണ് ആദൂർ എന്നുള്ള ഈ നാമകരണം വരുന്നത്. ആദൂർ പള്ളി ഇന്ന് നോക്കിയാൽ കാണാം. മാലിക് ദിനാർ പള്ളിയുടെ ഏതാണ്ട് സമാനത അതിന് സാമ്യതയുണ്ട്. അതെ, കാണുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ പറയാൻ കഴിയില്ല. പ്രത്യേകമായ ചരിത്രത്തിന് ഇത് രേഖയില്ല. എന്നാലും ഒരു 300-400 കൊല്ലത്തിൻ്റെ പഴക്കമുണ്ട് എന്ന് അനുമാനിക്കപ്പെടുന്നു. ചരിത്രം ഞങ്ങൾ പരിധി നോക്കിയിട്ട് അതിൻ്റെ ചരിത്രം കിട്ടിയില്ല. പഴയ കാലത്ത് ഈ സ്ഥലങ്ങളൊക്കെ വിവിധ ഗോത്രവർഗക്കാരിൽ നിന്നൊക്കെ ഉണ്ടായി. പിന്നീട് പരസ്പരം സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ വന്ന് ഇങ്ങനെ ഇപ്പോൾ മാറി. ഇപ്പോൾ ഈ അടുത്തായിട്ടുള്ള ഒരു 200 വർഷത്തിൻ്റെ ഇപ്പുറത്തേക്ക് കടന്നാൽ ഹസനു സഖാഫിൽ ഹദറമി റളിയല്ലാഹു അൻഹു എൻ്റെ 4ാമത്തെ പിതാമഹനാണ്. അവരാദ്യമായി കടന്നു വന്നത് ഹദറമൗത്തിൽ നിന്ന് തന്നെയാണ്. യമനിലെ ഹദറമൗത്ത് വളരെ പ്രശസ്തമായ സ്ഥലമാണ്. അവർ വന്നിട്ട് ഈ പയസനിപ്പുഴ അതിയുടെ അക്കര, ഇപ്പോൾ നമ്മൾ ഇത് മഞ്ഞമ്പാറ എന്ന് പറയുന്നത്, ഇതിൻ്റെ അക്കര അവിടെ ഏരത്തിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു ഗ്രാമം. അവിടെ നിന്നാണ് ആദ്യം കല്യാണം കഴിച്ചത്. ആ കല്യാണം കഴിച്ച അവരുടെ ഭാര്യൻ്റെ പേര് ഉമ്മാച്ചുമ്മ എന്നാണ്. ഉമ്മാച്ചുമ്മ എന്ന് പറയുന്ന ആ മഹദിയെ ഹസനു സഖാഫ് തങ്ങൾ കല്യാണം കഴിച്ച് ആ കല്യാണത്തിൽ 3 കുട്ടികളുണ്ടായി. ആ ഒരു കുട്ടി ഇന്ന് കൊണ്ടങ്കേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അബ്ദുറഹ്മാൻ സഖാഫും, മറ്റൊരു മകൻ ആദൂരിലുള്ള അബൂബക്കർ സഖാഫും, മറ്റൊരു പെണ്ണ് മകൾ സൈനബ് ബീബിയാണ്. ഈ സൈനബിനെയാണ് നമ്മുടെ അബ്ദുല്ലാഹി ലഹദൽ തങ്ങൾ കിട്ടിയത്. അത് ആദൂരിലെ മക്കാമിൻ്റെ അകത്തിരിക്കുന്നത്. ആ ചരിത്രം അങ്ങനെ നീങ്ങുന്നു. ഈ ആദൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അബൂബക്കർ സഖാഫ് തങ്ങളിലൂടെയാണ് ഇന്ന് ഈ കാണുന്ന ഈ നാഗരികതകളൊക്കെ ഉണ്ടാക്കിയ സഖാഫ് തങ്ങന്മാരുടെ ഉപ്പാപ്പ. അങ്ങനെ പോകുന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ
യഹിയ തങ്ങൾ എന്ന് പറയുന്ന ഒരു നവോത്ഥന നേതാവാണ് അദ്ദേഹം. അതെ. പഴയ കാലങ്ങളിൽ ഏതാണ്ട് എൻ്റെ ചെറിയ പ്രായത്തിലാണ് മൂപ്പർ വഫാത്തായത്. അപ്പോൾ നീലീശ്വരം കോട്ടപ്പുറത്താണ് മൂപ്പർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മൂപ്പർ ഒരുപാട് ഈ ഭാഗങ്ങളിലൊക്കെ ദീനീയായ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്ന ആളാണ്. അങ്ങനെ ആ തലമുറയൊക്കെ കഴിഞ്ഞു. അബൂബക്കർ സഖാഫിൻ്റെ മക്കൾ, പിന്നെ അവരുടെ മക്കളായിട്ട് ഇന്നിപ്പോൾ 4ാമത്തെ തലമുറയിലാണ് ഈ വിനീതനായ ഞാനൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്ന് എനിക്കിപ്പോൾ ഏതാണ്ട് 59 വയസ്സാണ്. എൻ്റെ ചെറിയ പ്രായത്തിൽ ഇവിടെ ഒരു സ്കൂളിലേക്ക് പോകണമെങ്കിൽ ആദൂർ സ്കൂളിലേക്ക് പോകണം, ഒരു മദ്രസയിലേക്ക് പോകണമെങ്കിലും ആദൂർ ഞാനൊക്കെ ആദൂർ മദ്രസയിൽ പോയി പഠിച്ചതാണ്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ ഉണ്ടാവും. നടന്ന് പോകുമ്പോൾ ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവും. നടന്ന് തന്നെ അന്ന് വാഹനം സൗകര്യമൊന്നും ഇല്ലല്ലോ, ഈ ഭാഗത്ത് റോഡ് പോലും ഇല്ല. ഉൾവഴിയിലെ കൂടി അന്ന് കുറേ പാടങ്ങളും മറ്റുമൊക്കെ കണ്ടത്തിൻ്റെ വരവിൽ നടന്നു പോകേണ്ടതാണ്. തങ്ങൾ പറഞ്ഞ പോലെ അന്ന് ആദൂർ സ്കൂള് എത്ര ക്ലാസ് വരെ ഉണ്ടായിരുന്നു? അന്ന് അങ്ങനെ കൃത്യം അന്ന് 3ാം ക്ലാസ്സും പിന്നീട് 7ാം ക്ലാസ്സുമാണ്. ഇപ്പോൾ ഹൈസ്കൂൾ ഇപ്പം അടുത്ത് എൻ്റെ വലിയ പ്രായത്തിലാണ് ഹൈസ്കൂള് തന്നെ ആയത് മാറിയത്. പിന്നെ പണ്ടൊരു പോലീസ് സ്റ്റേഷൻ, ഒരു ചെക്ക് പോസ്റ്റ് എന്നൊക്കെ പറയുന്നത് അവിടെ പണ്ടേ ഉള്ളത് ഉണ്ടായിരുന്നു. ബോർഡർ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങളൊക്കെ വലുതായി. ഞാൻ കോളേജിൽ നിന്നൊക്കെ വന്നതിന് ശേഷം നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ ഇവിടെ വളരെ ബുദ്ധിമുട്ടായി. ഒരു നല്ല സ്കൂളില്ല. പിന്നെ ഗവൺമെൻറ് സ്കൂളിൻ്റെ നിലവാരം അങ്ങനെയാണല്ലോ. അന്ന് അങ്ങനെയായിരുന്നു. ഇന്നും വലിയൊരു മെച്ചെന്ന് പറയാനില്ല. കുറേ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ച് ഉഷാറായെങ്കിലും പഠന രീതികൾ വലിയ വ്യത്യാസം. സിലബസിലും കാര്യങ്ങളും എൻ്റെ ഈ സമയത്ത് ഞാൻ നിങ്ങളൊരു ചാനൽ പരം കാണുന്നത് കൊണ്ട് ഇനിയും ഒരുപാട് നമ്മൾ മുമ്പോട്ട് പോകേണ്ടതുണ്ട് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. മാത്രമല്ല തങ്ങൾ ദുബായിലും അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ സഞ്ചരിക്കുന്ന സമയത്ത് തങ്ങൾ തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ചോദ്യങ്ങളുടെ അല്ലെങ്കിൽ പരീക്ഷകളുടെ അല്ലെങ്കിൽ ബാക്കി മെത്തേഡ്സിൻ്റെ എല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സമയം ഒരുപാട് കഴിഞ്ഞു എന്നുള്ളത്. അല്ല, അതങ്ങനെ തന്നെയല്ലേ. ഇന്നിപ്പോൾ വിദ്യാഭ്യാസം മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ എവിടെ എത്തിപ്പോവും. അതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മൾ ഉണരേണ്ടുന്നതുണ്ട് എന്ന് മാത്രമേ ഞാൻ ഈ സമയത്ത് പറയുന്നുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ മക്കളെ ഇവിടുന്ന് ഒരു സ്കൂളിലേക്ക്, ഒരു നല്ല സ്കൂളിലേക്ക്, ഒരു പ്രൈവറ്റിൽ പഠിപ്പിക്കുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് അയക്കണം എന്നതിൻ്റെ പേരിൽ ഞങ്ങൾ സ്വന്തം കാറ് ഉണ്ടാക്കി അതിൽ ഡ്രൈവറെ വെച്ച് ഒരു 10ഓളം കുട്ടികൾ ഇതിനു വേണ്ടി നിയോഗിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഒരു 10-20 കൊല്ലം മുമ്പത്തെ കഥ. പക്ഷെ അതൊക്കെ അന്ന് ഞാൻ ഗൾഫിലൊക്കെ ഉണ്ടായതുകൊണ്ട് കഴിവുള്ളവർക്കേ നടക്കുള്ളൂ, സാധാരണക്കാരനെ സംബന്ധിച്ച് നടക്കില്ല. അങ്ങനെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ വില്ലേജിൽ, നമ്മുടെ പ്രദേശത്ത് പാവങ്ങൾക്കും പണക്കാരനിക്കും ഒക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഒരൊറ്റ ബെഞ്ചിലിരുന്ന് പഠിക്കണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, അത് വലിയൊരു എന്താ പറയുക, വലിയൊരു എഫക്റ്റ് എടുത്തിട്ടാണ് ഞാനത് ചെയ്തത്. 2002 സെപ്റ്റംബർ 14 നമ്മൾ ശിലാസ്ഥാപനം നിർവഹിക്കുന്നത്. അന്ന് UDFൻ്റെ ഭരണകാലത്താണ് അത് നിർവഹിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ജഫരി മുത്തക്കോയ തങ്ങൾ, പിന്നെ അതുപോലെ തന്നെ CM ഉസ്താദ്, MA ഉസ്താദ്, ഉള്ളാളം തങ്ങൾ, കർണാടക മിനിസ്റ്ററായിരുന്ന രാംനാഥ് റായ്, ഇങ്ങനെ തുടങ്ങിയ വളരെ രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖന്മാർ, ചെർക്കൾ അബ്ദുള്ള സാഹിബ്, അന്ന് അയാൾ മിനിസ്റ്ററാണ്, ഒക്കെ ഉണ്ടായ കാലത്താണ് ഇതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നത്. സാംസ്കാരിക, രാഷ്ട്രീയ, ധാർമ്മിക നേതാക്കന്മാരൊക്കെ കൊണ്ട് അന്ന് ശിലാസ്ഥാപനം നിർവഹിച്ചപ്പോൾ കുറേ ആളുകൾ പരിഹസിച്ചവരുണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെ നടക്കുമോ, ഈ ഒരു കുഗ്രാമത്തിന് CBSE അഫിലിയേഷൻ കിട്ടുമോ എന്നൊക്കെ പരിഹസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും ഒന്ന് പതറിപ്പോയി എന്ന് പറയാം. കാരണം എനിക്ക് സാമ്പത്തികമായി വലിയ ബാക്ക്ഗ്രൗണ്ടില്ല, വലിയൊരു ജനസപ്പോർട്ടില്ല, എന്തോ ഒരു ഒറ്റയാൾ പടയാണെന്ന് തുടങ്ങി വെച്ചത്. രാഷ്ട്രീയപരമായിട്ട് അന്ന് ഞാൻ യൂത്ത് ലീഗിൻ്റെ അന്നല്ല, അതിന് മുമ്പ് യൂത്ത് ലീഗിൻ്റെ മണ്ഡലം പ്രസിഡൻ്റൊക്കെ ആയിരുന്നു ഞാൻ. പക്ഷെ വലിയ രാഷ്ട്രീയപരമായിട്ട് അത്ര ആഴത്തിൽ ഞാൻ കടന്നവരല്ല. അങ്ങനെ 16 അനാഥ, അതാ ഇവിടെ എൻ്റെ പ്രത്യേകത. എൻ്റെ മനക്കരുത്തും അള്ളാഹുവിൻ്റെ സഹായം, ഞാൻ ഇതിലൊക്കെ കാണുന്ന അള്ളാഹുവിൻ്റെ സഹായം. പ്രത്യേകിച്ച് ഞാനിത് തുടങ്ങാൻ കാരണം ബഹുമാനപ്പെട്ട താജുൽ ഹിന്ദ് ഖാജ മഈനുദ്ദീനുൽ ജിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അജ്മീർ ഖാജ തങ്ങളുടെ അവിടെ നിന്നൊരു സ്വപ്നം കണ്ടിട്ടാണ് തുടങ്ങിയത്. 16 അനാഥ മക്കളെ കൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. അന്ന് ബാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ബാപ്പ നഷ്ടപ്പെട്ട കുട്ടികൾക്ക്
നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അതുപോലെ ഞങ്ങളെ മക്കൾക്കും കൊടുക്കണം. അങ്ങനെയാണ് ഇവളെ മിഗ്ലിംഗാക്കിക്കൊണ്ട് അന്ന് തുടങ്ങിയത്. യത്തീം മക്കൾക്കെല്ലാം ഫ്രീ ആണ്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ മെറ്റീരിയൽ, അവരുടെ ഫീസ്, അവർക്ക് ഒരു പൈസ ഇന്നും ഇപ്പോൾ 22 വർഷമായിട്ടും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജാതിയില്ല, ഭേദമില്ല. ഒരുപാട് നോൺ മുസ്ലിം ഇപ്പോൾ ഇന്നും ഒരു 10-16ഓളം നോൺ മുസ്ലിംസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഈ കാലയളവിൽ അള്ളാഹുവിൻ്റെ വലിയ തൗഫീക്ക് കൊണ്ട് 4000 ചില്ലാനം അനാഥ മക്കളെ LKG മുതൽ 10ാം ക്ലാസ് വരെയും ഇപ്പോൾ ഈ 4-5 വർഷമായിട്ട് 12ാം ക്ലാസ് വരെ, അന്ന് +2 ഇല്ല, പഠിപ്പിച്ച് വിടാൻ പറ്റി. അതാണ് ഞങ്ങൾക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. അത് ചെറിയൊരു കാര്യമല്ല ബഹുമാനപ്പെട്ട. അതിൽ ഒരു കുട്ടിയെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരു കുട്ടിയെ സാധാരണ ഇപ്പോൾ ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ 40,000 റുപ്യ ഒരു വർഷത്തിൽ ചിലവുണ്ട്. അപ്പോൾ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ LKG മുതൽ 12ാം ക്ലാസ്, അപ്പോൾ ഏതാണ്ട് 14 വർഷം ഇവരുടെ എല്ലാ ചിലവുകളും ടൂർ പാക്കേജ് വരെ നമ്മൾ വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇന്ന് വരെ വലിയ വിഷമങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു 5 ചില്ലിക്കാശ് ഇതിന് വേണ്ടി കിട്ടിയിട്ടില്ല. ഞങ്ങളൊരിക്കൽ അതിനു വേണ്ടി ശ്രമിച്ചപ്പോഴും അത് അവരുടേതായ കണ്ടീഷൻസൊക്കെ നമുക്ക് പറ്റുന്നില്ല. ഒരിക്കലും ഈ അനാഥ മക്കൾ നമ്മൾ ഏറ്റവും വലിയ സവിശേഷത, ഇത് ജനങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇവിടെ ജാതിഭേദമൊന്നുമില്ല. നമ്മളെ പിന്നെ കുണ്ടാറ് ബാലൻ്റെ മക്കളൊക്കെ ഇവിടെ പഠിച്ചാലുണ്ട്. അങ്ങനെ ഒരുപാട് മക്കളുണ്ടായിട്ടുണ്ട്. അനാഥർ ഒരിക്കലും ഞങ്ങൾ അനാഥരാണെന്ന് അറിയുന്നില്ല. അവർക്ക് ആ ഒരു ഫീല് കൊടുക്കുന്നില്ല വെച്ചാൽ അവർക്ക് അറിയുന്നില്ല. എനിക്ക് പോലും ഈ അനാഥ മക്കൾ ആരെയെന്ന് അറിയണമെങ്കിൽ രജിസ്റ്റർ നോക്കണം. എനിക്കും അറിയില്ല. ടീച്ചേഴ്സിനും അറിയില്ല അവരെ. കാരണം മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ അവർ കോട്ടിട്ട് വരുന്നു, ടൈ കെട്ടുന്നു, പോകുന്നു, വരുന്നു. അവർക്ക് യാതൊന്നും അറിയില്ല. അവരുടെ ഫീസ് അവരടക്കണ്ടെന്ന് മാത്രം. അത് വർഷത്തിലൊരിക്കൽ ഞങ്ങൾ പേരൻസിനെ വിളിച്ച് പിന്നെ അവരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. അതിലും ഭൗതിക സമുന്നയ വിദ്യാഭ്യാസമാണ് അവർക്ക് കൊടുക്കുന്നത്. തീർച്ചയായും അൽഹംദുലില്ലാ, വലിയ സന്തോഷമാണ് ആ വിഷയത്തിൽ. ഇന്ന് അതിൻ്റെ വളരെയേറെ ശീഘ്രമായി മുമ്പോട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ +2 ആയിട്ട് ഇപ്പോൾ 5 വർഷത്തോളമായി. അൽഹംദുലില്ലാ, അത് നന്നായിട്ട് നടക്കുന്നുണ്ട്. അതിന് പുറമെ ഇവിടെ ഏതാണ്ട് 20ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഉമ്മൻസ് കോളേജുണ്ട്, ഹിഫ്ദ് കോളേജുണ്ട്, ദർസുണ്ട്. ഇതൊക്കെ എല്ലാം ഫ്രീ ആണ്. ഇന്നൊരു ഫീസും വാങ്ങില്ല. ഇപ്പോൾ എൻ്റെ 2 മക്കൾ തന്നെ ഇവിടെ ഹാഫിളായത് എൻ്റെ കോളേജിൽ നിന്ന് തന്നെയാണ്, സ്വന്തമായിട്ട്. അങ്ങനെ ഒരുപാട് പിന്നെ സംരംഭങ്ങളൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ഒരു 9 വർഷമായി, കൃത്യം പറഞ്ഞാൽ 8 വർഷവും മാസങ്ങളും ഒരു 10 മാസമായിട്ടായി മുടിപ്പു, ദക്ഷിണ കന്നഡ ജില്ലയിലെ ദേർലക്കട്ടക്കത്തെ മുടിപ്പു എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ആദ്യമൊക്കെ അവിടെ പോയത്. ഞാൻ എപ്പോഴും ഒരു പുതിയത് ചിന്തിക്കുന്ന ആളാണ്. ഞാൻ ഇന്നോവേഷൻ കൊണ്ടുവരിക, എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഞാൻ എല്ലാവരോടും പറഞ്ഞില്ല, പുതിയ പാട്ട് പാടുക എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് ചിന്തിച്ച് ഏജായ പ്രായമുള്ള 50 വയസ്സ് കവിഞ്ഞ ആളുകൾക്ക് എങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഒരു ഇത് വന്നല്ലോ, DPP ഒരു പദ്ധതിക്ക് SSLC സാക്ഷരത. ഈ സാക്ഷരതയിൽ ഒരുപാട് ആൾക്കാർ SSLC എഴുതി. അപ്പോൾ അത് നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു മോട്ടിവേഷനാണ്. 70 വയസ്സുള്ള ഉമ്മമാർ എഴുതിയതും 80 വയസ്സുള്ളവർക്ക് എഴുതിയ ഒരു വലിയൊരു മാറ്റം തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പല ആളുകളും ഇപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇസ്ലാമിക് വിദ്യാഭ്യാസമാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്. അവർക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക, ഫാത്തിഹ പഠിപ്പിക്കുക, അക്ഷരങ്ങൾ പഠിപ്പിക്കുക, ഖുർആൻ ഓതാൻ പഠിപ്പിക്കുക. പ്രത്യേകിച്ച് റമദാൻ വരുമ്പോൾ ഒക്കെ നന്നായിട്ട് ഖുർആൻ ഓതാൻ. ഇത് ദാഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് നമ്മുടെ നാട്ടിലുണ്ടാവും, പക്ഷെ അവിടെ കുറേ കൂടുതലുണ്ട്. ഞാൻ ആദ്യം കണക്കെടുത്തപ്പോൾ 70% ആളുകൾക്ക് ശരിയാവണ്ണം തജ്വീദോടുകൂടി ഖുർആൻ ഓതാൻ പറ്റാത്ത ആളുകളെ കിട്ടിയത്. അങ്ങനെയാണ് കുടിപ്പു. അങ്ങനെ മദ്രസത്ത് സുഫ എന്ന പേരിൽ ഒരു വയോജന മദ്രസ എന്ന് പറയും മലയാളത്തിൽ, വയസ്കര മദ്രസ എന്ന് പറയുന്ന കന്നഡത്തിൽ. അങ്ങനെ ഒരു വയസ്കര മദ്രസ ഞാൻ സ്ഥാപിച്ചിപ്പോൾ ഏതാണ്ട് 6 വർഷം കഴിഞ്ഞു. അതൊരു വലിയൊരു ചാലഞ്ചിങ്. എങ്ങനെയാണ് ഇത് ഒന്നേന്ന് തുടങ്ങുക എന്നുള്ളത്? അല്ല, അത് എൻ്റെ കൂടെയുള്ളവരും എൻ്റെ ആളുകളൊക്കെ നിരുത്സാഹപ്പെടുത്തിയതാണ്. പക്ഷെ ചില ആൾക്കാർ ഇതിനെ വളരെ സപ്പോർട്ട് ചെയ്ത്. നമ്മൾ ഇസ്മായിൽ വഫ സാഹിബൊക്കെ വളരെ സപ്പോർട്ട് ചെയ്ത ആൾപ്പെട്ടതാണ്. അത് ഇന്ന് അൽഹംദുലില്ലാ 4 ബാച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ ഫാത്തിഹ മുതൽ സൂറത്തുന്നാസ് വരെ 6666 സൂക്തങ്ങൾ അവർ നോക്കി തജ്വീദോടു കൂടി ഓതി പഠിപ്പിച്ച് 4 ബാച്ചുകളെ പുറത്തിറക്കാൻ സാധിച്ചു. പുതിയൊരു നവോത്ഥാനത്തിൻ്റെ ഒരു തങ്ങൾ കാണിച്ചു കൊടുത്തു, വെറും വാക്കുകളിലല്ല. വളരെ അതിൽ ഇവർ വളരെ സന്തുഷ്ടരാണ് ഇപ്പോൾ. അതാ വലിയ വിഷയം.
കാരണം ഇവർക്ക് വേണ്ട പോലെ ഖുർആൻ ഓതാൻ കഴിയുന്നത് റമദാൻ വരുമ്പോൾ ഇതൊക്കെ ഉമ്മമാർ. ഇപ്പോൾ അധികം ആൾക്കാരും ഇപ്പോൾ ഇതിൽ 72 വയസ്സ് വരെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. കുറേ ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടെ. ഈ 4-5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു 10-15 ആളുകൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. കാരണം പ്രായമുള്ളവരാണല്ലോ. പക്ഷേ ജീവിതത്തിൻ്റെ അവസാനത്തെ ഘട്ടങ്ങളിൽ അവർക്ക് കിട്ടിയ ഏറ്റവും അതൊക്കെ വലിയ സന്തോഷമല്ലേ, വലിയ സന്തോഷം. ഇതിൽ എൻ്റെ വലിയൊരു അനുഭവം ഞാൻ പറയാം. ഇപ്പം നിങ്ങളുമായിട്ട് പങ്കുവെച്ചപ്പോൾ കഴിഞ്ഞ വർഷമല്ല അതിന് മുമ്പേത്തെ റമദാനിൽ, ഈ റമദാനിൽ നമ്മൾ ഇതിനൊക്കെ ലീവ് കൊടുക്കും. റമദാൻ ഫസ്റ്റിന് തന്നെ ദുആ ഇരുന്നിട്ട് ലീവ് കൊടുക്കും. റമദാൻ അങ്ങനത്തെ മാസം അതാണ് അവരുടെ ലീവ്. ഞാൻ പിന്നെ ഈ പെണ്ണുങ്ങളുടെ, ആണുങ്ങൾക്ക് എല്ലാ തിങ്കളാഴ്ചയായിരുന്നു, ഇപ്പോൾ ശനിയാഴ്ചയായി ക്ലാസ് എടുക്കൽ ഞാൻ തന്നെയാണ്. പെണ്ണുങ്ങളുടെ പിന്നെ മദ്രസയിൽ പോയി. അങ്ങനെ ഇവർ സാധാരണ ഇങ്ങനെ പർദ്ദയിട്ട് വരിക മാത്രമല്ല, അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. വയസ്സാണ് ശരിക്കും ഒരു മദ്രസ പുതിയ കുഞ്ഞുങ്ങളെ പോലെ നല്ല ഈ വരുന്ന ആളുകൾക്ക് ഡിഗ്രി പഠിക്കുന്ന പേരമക്കളുണ്ടാവും, അവരെ പുള്ളിമാരുണ്ടാവും. അപ്പൊ ഇവര് രാവിലെ മദ്രസിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ നേരിട്ടാണ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. അല്ല, അവർക്ക് സ്ത്രീകളുണ്ട്, അതിന് പഠിച്ച സ്ത്രീകളുണ്ട്. അവരെ പിന്നെ അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തു അതിന് 10. കാരണം ഇത് സാധാരണ ആളുകൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. കാരണം ഇത് പിന്നെ ഇവർ വലിയ ഏജുള്ളവരാണ്, പെട്ടെന്ന് പഠിക്കും, പെട്ടെന്ന് മറന്നു പോകും. ഒരു വർഷം പഠിപ്പിക്കേണ്ട പോർഷന് ഇവർക്ക് 3 മാസം കൊണ്ട് പഠിപ്പിക്കാം. കാരണം ഇവർക്ക് പെട്ടെന്ന് കയറും. അതൊക്കെ വലിയൊരു വളരെ ഡിഫിക്കൽറ്റി ആയിരുന്നു നമ്മൾക്ക്. ഇത് അവർക്ക് ട്രെയിൻ ചെയ്തെടുത്തു. എന്നിട്ട് ഇങ്ങനെ അതൊക്കെ ഇപ്പോൾ തരണം ചെയ്തേട്ടാ അങ്ങനെ ഞാൻ ക്ലാസ് പോയിട്ട്, നമ്മൾ മദ്രസ ഒരു സിസ്റ്റമുണ്ട്, ഖും ഇജ്ലിസ് എന്ന് പറയും. പണ്ട് കാലത്ത്, പണ്ടല്ല ഇപ്പോഴും ഉണ്ട്. അത് അറബിയിൽ എണീക്ക്, ഇരിക്ക്, പിന്നെ അടുത്ത് വലത്ത് എന്നൊക്കെ പറയും പോലെ. അങ്ങനെ ഇപ്പോൾ ഒരാൾ എണീക്കുന്നില്ല. അപ്പം ഞാൻ കാരണം ഇവരെ മുഖമൊന്നും കാണാൻ പറ്റില്ലല്ലോ, പെണ്ണുങ്ങളല്ലേ. അപ്പം ഞാൻ ചോദിച്ചു, അല്ല എല്ലാവരും എണിച്ചല്ലോപ്പാ, നിനക്കെന്തായി? അപ്പോൾ ഇങ്ങനെ ഈ പർദ്ദൻ്റെ ഇത് പൊക്കി പിടിച്ചിട്ട് പെണ്ണുങ്ങൾ പറയാണ് അവരുടെ തരുവശം, ഒസ്ത നക്ക് 72 വയസ്സായി, ഒസ്ത നക്ക് എണിക്കാൻ തീരില്ല, നിങ്ങൾ എന്തിനാ ചെല്ലുടെ? ആ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ പഠിക്കാനുള്ള താല്പര്യം. 72 വയസ്സായ ഒരാൾ ഇതിന് പഠിക്കാൻ വന്നു പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എന്നിട്ട് എനിക്ക് 59 വയസ്സ്. ഞാൻ എന്നിട്ട് അതിൻ്റെ അടുത്ത്, അപ്പോൾ 59, അന്ന് എനിക്ക് 56 വയസ്സാണ്. ഞാൻ പിന്നെ അതിൻ്റെ അടുത്തിരുന്ന് അല്ല നീ എൻ്റെ ഉമ്മയാണ്, എന്താണ് നിൻ്റെ ചരിത്രം എന്താണ്, നീ ഒന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ കോരിത്തെറിപ്പിക്കുന്ന വാക്ക പറഞ്ഞു. ഖുർആൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്, വലം കയ്യിൽ ഖുർആൻ പിടിച്ചിട്ട് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കല്യാണം കഴിഞ്ഞത് 13 വയസ്സിലാണ്. അന്നത്തെ കാലഘട്ടത്തിൽ 13 വയസ്സിൽ മംഗലം കഴിയുമ്പോൾ എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, നിസ്കരിക്കാൻ അറിയില്ല. എൻ്റെ മക്കൾ അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ ഒക്കെ കാണിച്ചു തന്നിട്ടാണ് നിസ്കാരം പഠിച്ചത്. അങ്ങനെ എനിക്കറിയും പോലെ നിസ്കരിക്കുകയും പിടിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഖുർആൻ പഠിക്കണമെന്ന് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെ വലിയ ആളായി, പിന്നെ മക്കളൊക്കെ വലുതായി, മക്കൾ കല്യാണം കഴിഞ്ഞ് അവർ പോയി, ഇപ്പോൾ പേരമക്കളായി. ആ സമയത്താണ് പിന്നെ തങ്ങൾ ഉസ്താദ് ഇങ്ങനൊരു അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഇത്രയും പ്രായത്തിൽ അവരെ പഠിക്കുക എന്നൊരു ജിജ്ഞാസ, ആഗ്രഹം അവരുടെ മനസ്സിൽ തളം കെട്ടിയിരുന്നു. അതുകൊണ്ട് ആദ്യമായിട്ട് ഇവിടെ വന്ന് ചേർന്ന സ്റ്റുഡൻറ്റ് ഞാനാണ്. ഇത് കേട്ട ഉടനെ എന്നിട്ട് പറയുകയാണ്, ഞാനിപ്പോൾ 2 വർഷമായി. ഒസ്ത അവരുടെ ഭാഷ എങ്ങനെയാണ്? അബിയാരി. ഒസ്ത നക്ക് പിന്നെ 72 വയസ്സായിട്ട് ഞാനിപ്പോൾ ഇന്നലെ ജാവു പരിശുദ്ധ ഖുർആൻ മുഴുവനുമായി ഖത്തം തീർത്ത്, ഫസ്റ്റ് ഖത്തം, ആദ്യത്തെ ഖത്തം തങ്ങളെ വാപ്പാൻ്റെ പേരിൽ ഹദ്യ ചെയ്തിട്ട് ഞാൻ വരികയാണ്. ഇനി എൻ്റെ ലൈഫിൽ, എൻ്റെ ജീവിതത്തിൽ ഈ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ച് മരിക്കാൻ ദുആയിരുന്നാൽ മതി, വേറൊന്നും എനിക്ക് ആവശ്യമില്ല എന്നിട്ട് ഒറ്റ കരച്ചിൽ. ഒരു അത്രയും വർഷത്തെ ഒരു എല്ലാ വിഷമവും പ്രയാസങ്ങളും എല്ലാം, അതെല്ലാം സന്തോഷമാണ്. പ്രയാസങ്ങളൊക്കെ ഒന്നിച്ച് സന്തോഷം പൊട്ടിച്ചതാണ്. ഒരു ആനന്ദക്കണ്ണീർ താങ്കൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു. സ്ഥാനത്തുള്ള ഞാനും കണ്ണീർ പോയിച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും, അവർ മറ്റു സ്റ്റുഡൻറ്റുകളൊക്കെ. സത്യത്തിൽ ഞാൻ വിചാരിച്ചു പോയി, എൻ്റെ ജീവിതത്തിൽ ഒന്നും ഇല്ലെങ്കിലും ഈ ഒരൊറ്റ സ്ത്രീ മതി എനിക്ക് റബ്ബിൻ്റെ അടുക്കൽ. താങ്കൾ അത് പറയുമ്പോൾ തങ്ങളെ കണ്ണിപ്പോൾ നിറഞ്ഞു വരുന്നുണ്ട് ആ കഥ, ആ ഒരു അനുഭവം, സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ അൽഹംദുലില്ലാഹ് ഇപ്പോൾ 2 വർഷം മുമ്പാണ്. പിന്നീട് ഇപ്പോൾ എനിക്ക് അത് എന്നെ വലിയൊരു പ്രചോദനമാക്കി. ഇപ്പോൾ അവർക്ക് നല്ല സൗകര്യമുള്ള മദ്രസയും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോവാണ്.
മുമ്പൊക്കെ സാധാരണ ബെഞ്ചിലും ഡെസ്കിലും കസേരയും ഒക്കെ എടുത്ത് പഠിക്കല്. ഇപ്പോൾ അവർക്ക് നല്ല സോഫ സെറ്റും നല്ല പിന്നെ പരിസരങ്ങളും നല്ല ഇതൊക്കെ ആയിട്ട് നല്ല AC ചുറ്റുപാടുകളും കൂടെ സൗകര്യം അങ്ങനെ ആയിക്കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണിപ്പോൾ. അതിന് പുറമെ ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഫ്രീ ടൈലറിങ് നാട്ടിലൊരുപാട് ഉമ്മമാരുണ്ട്. ടൈലറിങ്ങിൻ്റെ ഒരു ട്രെയിനിങ് സെൻറ്റർ തന്നെയാണ്, ഫ്രീ ആണ് ഇതെല്ലാം. ഒരു കൈത്തൊഴിൽ പോലെ. അവർ വീടി കെട്ടി ജീവിക്കുന്നവരായിരുന്നു. അപ്പോൾ വീടിയൊക്കെ പോയി അവസാനിച്ച ഈ സമയത്ത് ഇത് വലിയൊരു ഗുണകരമാകും. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും, ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ PUC തുടങ്ങി. PUC എന്ന് അവിടെ പറയില്ലേ, +1 PUC തുടങ്ങി. ഇനിയിപ്പോൾ ഡിഗ്രി കോളേജ് തുടങ്ങണം. പിന്നെ സ്കൂളുണ്ട് 10 വരെ. അങ്ങനെ ഇപ്പോൾ അടുത്ത് ഇനിയൊരു ലോ കോളേജും കൂടി പെട്ടെന്ന് തന്നെ തുടങ്ങണമെന്നുണ്ട്. അതായത് മുടിപ്പിൽ തന്നെ. കാരണം എൻ്റെ ഒരു മോന് LLB ആയി, മറ്റൊരു മോന് LLB ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവർക്ക് യോജിച്ചതാണല്ലോ എന്ന് തിരഞ്ഞെടുക്കുക. ഇതിലൊന്നും ഇപ്പോൾ എൻ്റെ ആത്യന്തികമായ എൻ്റെ ഉദ്ദേശം എന്തെങ്കിലും സേവനം ചെയ്യുക ജനങ്ങൾക്ക്. ഇപ്പോൾ ഉള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങനെയാണ് പോകുന്നത്. കാരണം അള്ളാഹു എനിക്ക് ചെയ്ത നിയമത്ത് വലിയ നിയമത്താണ്. എൻ്റെ മക്കളൊക്കെ നല്ല മക്കളാക്കി മാറ്റി, എനിക്ക് നല്ല ജീവിതം അള്ളാഹു തന്നു. ഇനിയിപ്പോൾ ശിഷ്ടകാല ജീവിതം റബ്ബിന് പൊരുത്തപ്പെട്ട രീതിയിൽ എന്തെങ്കിലും സോഷ്യൽ വർക്ക് ചെയ്ത് നടക്കുകയാണ്. ആ സേവനത്തിൻ്റെ ഭാഗമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഈ അടുത്താണ് ബഹുമാനപ്പെട്ട തങ്ങൾ കർണാടക സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റിയുടെ മെമ്പറും കൂടിയായി. തിരക്കുകളിൽ നിന്നും വീണ്ടും തങ്ങൾ പുതിയ ഭാരിച്ച ചുമതലകളിലേക്ക് പോവുകയാണ്. ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ അതെങ്ങനെ നോക്കിക്കാണുന്നു തങ്ങൾ? അത് ഉനൈസ, ഈ വിഷയം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഹരമായി മാറ്റിയെടുക്കണം. ടെൻഷൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് നടത്താൻ കഴിയില്ല. കാരണം ഒരു ദിവസം ആവറേജ് ഒരു 150 ആളെ എൻ്റെ അടുത്ത് പിടിച്ചാൽ, കൂടുതലുണ്ടാവും കുറവുണ്ടാവും, ആവറേജ് പിടിച്ചാൽ ഈ 150 ആൾക്ക് 300 പ്രശ്നങ്ങളായിരിക്കും വരുന്നത്. നെഗറ്റീവേ എനിക്ക് കേൾക്കുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ചില ആൾ പോസിറ്റീവ് വന്നിട്ട് പറയും. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ വിദ്യാഭ്യാസ കാര്യങ്ങൾ, അതിനിടയ്ക്ക് ഹജ്ജിൻ്റെ ഖിദ്മത്ത്, അത് എന്നെ തേടിയെത്തിയതാണ്. ഞാൻ സത്യത്തിൽ ഖിദ്മത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. അൽഹംദുലില്ലാ. അപ്പോൾ ഇപ്പോൾ അല്ല, ഏതാണ്ട് ഒരുപാട്, ഞാൻ പറയുന്നില്ല, ഇപ്പോൾ പറയാൻ രസമില്ല, ഒരുപാട് ഹജ്ജ് ചെയ്ത ആളാണ് ഞാൻ. എൻ്റെ ഫാമിലിയൊക്കെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹജ്ജിന് 2-3 പ്രാവശ്യം ഞാൻ ഇന്ത്യയിൽ നിന്നും ഗൾഫ് രാജ്യത്തു നിന്നും അമീറയൊക്കെ സേവനം ചെയ്ത് പോയതാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് ഇങ്ങനെ കർണാടക ഹജ്ജ് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നത്. തങ്ങളുടെ ബയോഡാറ്റ വേണം, തങ്ങളെ ഞാനതിൽ പിന്നെ മെമ്പറാക്കി എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് UT ഖാദർ, ഒരു ബഹുമാനപ്പെട്ട ഇന്നത്തെ സ്പീക്കർ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഔദ്യോഗികമായി നമുക്ക് അതിൽ പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ പിന്നെ എന്നെ മെമ്പറാക്കി വന്നപ്പോൾ 5 ജില്ലയിൽ ഒറ്റയടിക്കാണ്, വേറെ ആരും മെമ്പറില്ല, എനിക്കതിൻ്റെ പിന്നെ ജവാബ്ദാരി, അതിൻ്റെ ഉത്തരവാദിത്തം എനിക്ക് തന്നു. ഏകദേശം 5ഓളം ജില്ലകളുടെ ഉത്തരവാദിത്തം ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഇപ്പോൾ പിന്നെ ഹജ്ജ് കമ്മിറ്റി ചെയർമാനെ തിരഞ്ഞെടുത്തത്. വളരെ ഒരു ഏറ്റുമുട്ടലില്ലാണ്ട്, ഇലക്ഷൻ ഇല്ലാണ്ട്, അൽഹംദുലില്ലാ അതിലേക്കൊക്കെ നേതൃത്വം വെച്ചത് ഞാനാണ്. ഞാൻ മെമ്പറാണെങ്കിൽ പോലും അൽഹംദുലില്ലാ അള്ളാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹം, നമ്മൾ പോയ ആ സ്ഥലങ്ങളൊക്കെ അള്ളാഹു നമുക്ക് ഫത്ഹാക്കി തരും. ഇനിയിപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ നമ്മൾ പുതുതായി ഇപ്പോൾ മാംഗ്ലൂരിൻ്റെ ഹജ്ജ് ഓഫീസ് മുടിപ്പിൽ തുടങ്ങി. മുടിപ്പിൽ തുടങ്ങി, കർണാടകയാണല്ലോ. അതെ, മുടിപ്പിൽ തുടങ്ങി. ഇനിയിപ്പോൾ 18-ാം തീയതി ഹജ്ജ് ചെയർമാൻ അടക്കം 2-3 ഓഫീസേഴ്സ് വരുന്നു. ഇവിടെ മംഗലാപുരത്തുള്ള ആളുകളുടെ എല്ലാ പാസ്പോർട്ട് കളക്ട് ചെയ്യൽ, അവരുടെ പൈസൻ്റെ കാര്യങ്ങൾ, അവരുടെ മറ്റ് ഹജ്ജിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഞങ്ങൾ നേതൃത്വം നൽകുന്നുണ്ട്. അതിനുവേണ്ടി ഒരു സെക്രട്ടറിയെ ഞാൻ എൻ്റെ ഓഫീസിൽ നിയോഗിച്ചിട്ടുണ്ട്. വളരെ ആരോഗ്യകരമായിട്ട് അത് വളരെ സന്തോഷമാണ് എനിക്ക് ആ വിഷയത്തിലൊക്കെ. കാരണം നമ്മൾ എത്ര കണ്ട് കഴിയുന്ന അത്രയുണ്ട്. പിന്നെ ഇന്നത്തെ കർണാടക സർക്കാർ അൽഹംദുലില്ലാ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ഈ വിഷയത്തിൽ നൽകുന്നത്. ഒരുപാട് നവോത്ഥാനങ്ങൾ എന്ന് മാത്രമല്ല, നമുക്ക് നല്ല പിന്തുണ കിട്ടും. പലപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് പിന്തുണ ലഭിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതൊക്കെ നല്ല പിന്തുണ ലഭിക്കും. നന്നായി പോകുന്നുണ്ട് അൽഹംദുലില്ലാ. ആ വിഷയത്തിലൊക്കെ വളരെ സന്തുഷ്ടനാണ് ഞാൻ. ഇപ്പോൾ ഞാനും പോകുന്നുണ്ട് ഈ വർഷം ഹജ്ജിന്. തീർച്ചയായിട്ടും ഞാനും ഫാമിലി അടക്കം പോകുന്നുണ്ട്. ഈ വർഷത്തെ ഹജ്ജിൽ തങ്ങളും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ തങ്ങൾ ഇപ്പോൾ തങ്ങളുടെ പ്രവർത്തന മേഖല കർണാടകത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾക്ക് മലയാളികൾക്ക്, കാസർഗോട്ടുകാർക്ക് തങ്ങളെ കിട്ടുന്നില്ല എന്നുള്ളൊരു പൊതു പരാതി അങ്ങനെ അങ്ങനെയില്ല. ഞാൻ ഇപ്പോൾ കോഴിക്കോട്, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 2 പ്രാവശ്യം കോഴിക്കോട് പോയില്ലേ. കോഴിക്കോട് ഞങ്ങളെ പ്രവർത്തനമുണ്ട്. ഇപ്പോൾ സാദാത്ത് അസോസിയേഷൻ്റെ
അധിക യോഗം കോഴിക്കോടാണ് ചേരുക. കോഴിക്കോട് തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ സംഘടന ഇതിലുള്ള മുഷാവറ അടക്കം കോഴിക്കോടാണ് ചേരുക. അങ്ങനെ കോഴിക്കോടുണ്ടല്ലോ, അപ്പോൾ അതങ്ങനെ കോഴിക്കോട് തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അത് മാത്രമൊന്നും പറയാനും പറ്റില്ല. അങ്ങനെ പറ്റില്ല. തങ്ങൾ മഞ്ഞമ്പാറയിൽ പൊതുവെ നാട്ടിലുണ്ടെങ്കിൽ മഞ്ഞമ്പാറയിൽ ഏതൊക്കെ ദിവസങ്ങളിലായിരിക്കും ആദൂരിൽ? ഇപ്പോൾ കഴിഞ്ഞ ചെറിയൊരു ചേഞ്ചിങ് ആക്കി. ഇപ്പോൾ 2-3 മാസത്തിൻ്റെ ഇപ്പുറത്ത് ഉടുപ്പിൽ വലിയൊരു പള്ളി കെട്ടി. നമ്മുടെ ഗൾഫ് മെഡിക്കൽ കോളേജിൻ്റെ ഓണർ തുമ്പ മൊയ്തീൻ്റെ അയാളുടെ ബാപ്പാൻ്റെ പേരിലൊരു പള്ളി കെട്ടിച്ചു. അതിൻ്റെ ശേഷം ഞാൻ തിങ്കളാഴ്ചയായിരുന്നു ഈ 7-8 വർഷക്കാലം ആ തിങ്കളാഴ്ചനെ മാറ്റി ശനിയാഴ്ചക്ക് മാറ്റി. ശനിയാഴ്ചക്ക് മാറ്റിയപ്പോൾ ഞാനിപ്പോൾ വെള്ളിയാഴ്ച മിക്കവാറും അവിടെ പോയി. ശനിയാഴ്ചയും കൂടി സിറ്റിങ് കഴിഞ്ഞു. ഞായറാഴ്ച പിന്നെ പൊതുപരിപാടി കണ്ടപ്പോൾ തിങ്കൾ ചൊവ്വയാണ് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത്. 2 ദിവസം അങ്ങനെയാണ് ടൈം ഒന്ന് ഷെഡ്യൂൾ. കാരണം വരുന്നവർക്കൊരു ആശ്വാസം. പലപ്പോഴും ഫോൺ വിളിച്ചാൽ കിട്ടൂല, അങ്ങനെയൊക്കെ വരുമല്ലോ. പിന്നെ ഞാൻ തങ്ങളുടെ കൂടെ 1-2 പ്രാവശ്യം നാട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടുന്ന് ഒരു ഏകദേശം 4 മണിക്ക് ഇറങ്ങി രാത്രി തിരിച്ചെത്തുന്നത് 1 മണിക്കാണ് രാത്രിയിൽ. തങ്ങളുടെ ഫോൺ 1-2 പ്രാവശ്യം ഞാൻ തന്നെ സൈലൻ്റ് ആക്കി വെച്ചിട്ടുണ്ട് തങ്ങൾ ഉറങ്ങുന്ന സമയത്ത്. അപ്പോൾ ഞാൻ അന്ന് ശ്രദ്ധിച്ചത് രാവിലെ തൊട്ട് നമ്മൾ തങ്ങൾ പറഞ്ഞ പോലെ അധികം നെഗറ്റീവ് പ്രശ്നങ്ങൾ, മരണങ്ങൾ, വീടിൻ്റെ കുറ്റിയടി, വീടിൻ്റെ കുടികൂടൽ, ഒരുപാട് മറ്റു പ്രശ്നങ്ങൾ, ആൾക്കാരുടെ വിഷമങ്ങൾ, ആശുപത്രി സന്ദർശനങ്ങൾ, ലിഫ്റ്റിൽ കയറാൻ പറ്റാതെ സ്റ്റെപ്പിൽ നമ്മളെ സമയമില്ല. ഞാൻ ആ സമയത്ത് മാംഗ്ലൂർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമുക്ക് ലിഫ്റ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വരെ സ്റ്റെപ്പിൽ കയറുന്ന തങ്ങൾ ഓടിച്ചാടി കയറി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ ICUവിൽ എന്തോ കാണാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഈ എല്ലാ ദിവസവും തങ്ങളുടെ ഇങ്ങനെയാണ്. ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് ടയേർഡായിപ്പോയി. അത് എങ്ങനെ നോക്കിക്കാണുന്നു തങ്ങൾ? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു മെൻറ്റാലിറ്റിൻ്റെ ഒരാൾക്ക് സോഷ്യൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഏറ്റവും വലിയ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ടുള്ള ഏറ്റവും വലിയ പ്രവണത എന്താണെന്ന് പറഞ്ഞാൽ സ്ട്രോക്ക്. ഇപ്പോൾ ഇന്ന് രാവിലെ 2 കേസുകൾ ഇവിടുന്ന് മംഗലാപുരം മഞ്ചേശ്വരത്തുനിന്ന് ഒരാൾ, കാസർഗോഡ് ഒരാൾ സ്ട്രോക്കായി മംഗലാപുരം കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ ചെറുപ്പത്തിലാണ്, എന്നെക്കാളൊക്കെ പ്രായം കുറഞ്ഞവൾ. അപ്പോൾ ഇപ്പം എനിക്ക് ഫോണാക്കുന്ന എന്തിനാണെന്നറിയോ? എന്നിൽ നിന്നുള്ളൊരു ദുആ അവർക്ക് വലിയ ആശ്വാസമാകുന്നതുകൊണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് വേറെ മേജിക്കുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ദുആ ചെയ്യും. പിന്നെ മിക്കവാറും ഞാൻ പോകേണ്ട കേസാണെങ്കിൽ ഞാൻ എല്ലാ പരിപാടിയും മാറ്റി വെച്ച് പോകും, യോഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആർക്കൊക്കെ എന്തൊക്കെ ഏത് വിധത്തിലൊക്കെ ആശ്വാസം നൽകാൻ പറ്റും അതൊക്കെ ആണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ ഒരുപാട് പ്രയാസം, കുടുംബ കലഹങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ, ബാപ്പ മക്കൾ. ഇപ്പോൾ ഇന്ന് രാവിലെ പിന്നെ മക്കളുടെയും ഉമ്മയുടെയും ഒരു പ്രശ്നമായിട്ട് വന്നിരുന്നു. നിങ്ങൾ വരുന്നില്ല? ഞാൻ കണ്ടു. അൽഹംദുലില്ലാ അതൊക്കെ സോൾവായിട്ട് നല്ല പുഞ്ചിരിയോട് കൂടി പോയി. കരഞ്ഞു. ഞാൻ 1/2 മണിക്കൂർ കൊണ്ട് അവരെ കരഞ്ഞ് പരസ്പരം കോത്ത് പിടിച്ച് ഒരിക്കലും ഇനി അങ്ങനെ വരാത്ത വിധം അവരെ പരസ്പരം സൗഹാർദ്ദത്തിന് സന്തോഷത്തിലാക്കി. ഇതൊക്കെ അള്ളാഹു ചെയ്യുന്ന വലിയ അനുഗ്രഹം. പിന്നെ ഞാൻ എൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാതിരുന്ന പറ്റുമോ? തീർച്ചയായിട്ടും ഞാൻ 1-2 പ്രാവശ്യം കൂടെ വരുന്നതുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട്. ഷുഗറിൻ്റെ ആ ഒരു ടൈം കഴിയുമ്പോൾ തങ്ങളെ കൈയൊക്കെ ഇങ്ങനെ വിറങ്ങലിച്ച് തുടങ്ങുന്ന അതൊക്കെ. അത് പലപ്പോഴും ഡ്രൈവർ ഓടി വന്ന് തരലാണ്. പിന്നെ മരുന്ന് ഇങ്ങനെ ഉണ്ട് തങ്ങളൊന്ന് കഴിക്കണം ഇങ്ങനെ പറഞ്ഞു. അതൊന്നും ഒരു വലിയ വിഷയം. അത് ആരോഗ്യം ഒരു പ്രശ്നമല്ലേ തങ്ങളെ? ശരിക്കും ആരോഗ്യ പ്രശ്നമാണ്. നമ്മളെ ശരീരം നമ്മളോട് ചോദിക്കുമല്ലോ, ആരോഗ്യ പ്രശ്നം തന്നെ. ആരോഗ്യം മിക്കവാറും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അത് ഇതാക്കുന്നു. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്, ഇത് ഞാനത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. യാത്രകൾ നമ്മൾ ഒരുപാട് തളർത്താറുണ്ട്. അതേപോലെ തന്നെ അത് ശരിയാണോ? പക്ഷേ നമ്മളെ ഊർജ്ജസ്വലത ഞാനിപ്പോൾ എനിക്ക് ഇത് കേൾക്കുന്നതും കാണുന്ന ആളുകൾക്ക് ഞാൻ പിന്നെ കൊടുക്കാനുള്ള നിർദ്ദേശം എല്ലാവരുടെയും പറയുന്നത്, നമ്മുടെ ജീവിതം അർത്ഥവത്താകണം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരമുള്ളതാകണം. ഇന്നിൻ്റെ ചരിത്രം, ഇന്നിൻ്റെ പിന്നെ സംഭവം നാളെയുടെ ചരിത്രമാണ്. അപ്പോൾ ഇന്ന് നമ്മളിത് ഇപ്പോൾ നോക്കുങ്ങൾ, ഇത് ഞാനൊന്നും ചെയ്തില്ല, ഞാനും കെട്ടിയോനും തട്ടാനെന്ന് പറഞ്ഞിട്ട് ഉണ്ടാതിരുന്നുവെങ്കിൽ ഈ കാണുന്ന ഈ ലോകമൊന്നും ഉണ്ടാകില്ലായിരുന്നു. ഇന്നിപ്പോൾ അൽഹംദുലില്ലാ വലിയ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. എൻ്റെ കഴിവ് ഞാൻ ഒരിക്കലും പറയില്ല. മഞ്ഞമ്പാറയിൽ അന്ന് ഞാൻ എടുത്തിരുന്ന 1500 രൂപ സെൻറ്റിന് എടുത്തിരുന്ന സ്ഥലം ഇന്ന് 1.5 ലക്ഷം രൂപയാണ് റേറ്റ്. ഇത് എവിടുന്ന് ഇതായി? ഈ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ, ഇവിടുത്തെ പള്ളികൾ, ഇവിടുത്തെ മദ്രസകൾ, ഇവിടുത്തെ സ്കൂളുകൾ, ഇപ്പോൾ ഈ അടുത്തായിട്ട് ടർഫ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഈ ഒരാഴ്ച മുമ്പ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ ഓടിച്ചാടി നടന്നാൽ ഈ നാട് വികസിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ചിന്തിക്കണ്ടേ? അല്ലാതെ ആരോഗ്യം അങ്ങനെ മാത്രം. ശാരീരികമായ ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് അള്ളാഹു നിശ്ചയിക്കപ്പെട്ടൊരു സമയം ഉണ്ടാവും. ആ സമയത്ത് നമ്മളും പോകും.
ശരീരത്തിൽ ജരാനരകൾ ബാധിച്ചെങ്കിലും മനസ്സിന് അത് ഒരിക്കലും തങ്ങളെ തളർത്തുന്നില്ല. ഇല്ല, അങ്ങനെ തളർത്താൻ പാടില്ല. മാത്രമല്ല തങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട് തങ്ങൾ വീടിൻ്റെ ഗേറ്റ് പൂട്ടാറില്ല എന്ന്. ഒരിക്കലും ഒരു ഇൻസിഡൻറ്റിന് ശേഷം അതെന്താണെന്നൊന്ന് അത് ഓർത്തെടുക്കാം. ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് രാത്രി വന്നിട്ട് ഒരു 5-8 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു, ഒരു മഴക്കാലത്ത് ഇപ്പോൾ ഈ സുഖമില്ലാത്ത ചില പേഷ്യൻറ്റുകളെ രാത്രി കൊണ്ടുവരും. 1 മണിക്ക്, 2 മണിക്ക്, 3 മണിക്കൊക്കെ. അപ്പം ഞാൻ രാത്രി മിക്കവാറും പിന്നെ സുബഹിക്ക് ഒരു അരമണിക്കൂർ മുന്നേ നിൽക്കുന്ന എൻ്റെ പതിവ്. എഴുന്നേറ്റൊന്ന് പുറത്ത് ഇറങ്ങും. അപ്പോൾ ഒരു ദിവസം അൽഹംദുലില്ലാ അവരിപ്പോഴും നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. ഒരു ദിവസം ഗേറ്റിൻ്റെ പുറത്ത് എന്തോ ഒരു ഇത് കാണുന്നു, ആളനക്കം പോലെ. ഞാൻ അങ്ങനെ പോയി നോക്കിയപ്പോൾ സുഖമില്ലാത്ത 2 ആളുകൾ നനഞ്ഞ് നിൽക്കുകയാണ്. മഴക്ക് നനഞ്ഞ്. അപ്പോൾ ഒരാളിങ്ങനെ അവിടെ കടന്നിട്ടുണ്ട്, നിൽത്ത് ഇൻ്റർലോക്ക് ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ സുഖമില്ല. അപ്പോൾ എന്നെ അവർ വിളിച്ചില്ല, ഗേറ്റ് പൂട്ടിയിരുന്നു. തങ്ങളെ ബുദ്ധിമുട്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വിളിക്കാത്തത്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഗേറ്റ് പൂട്ടിയിട്ടില്ല. ഇപ്പം പിന്നെ അതിൻ്റെ ശേഷം ഈ സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ആയത്. ആര് വന്നാലും അവർക്ക് കയറി ഇരുന്നോളാനുള്ള ഇത്. പിന്നെ ഞാൻ പറയലുണ്ട് എപ്പോഴും, നമുക്കങ്ങനെ ഒരു പ്രൈവസി ഇല്ല. പിന്നെ ഇപ്പോൾ ഓഫീസും കാര്യങ്ങളൊക്കെ ആയി, അവിടെ താമസിക്കാൻ സൗകര്യമായി. വലിയ പിന്നെ പെണ്ണുങ്ങൾക്ക് വേറെ, ആണുങ്ങൾക്ക് വേറെ. ഇപ്പോൾ ഒക്കെ അൽഹംദുലില്ലാ നല്ല സൗകര്യം, അതിൻ്റേതായ എല്ലാം ആയി. അപ്പോൾ നമുക്ക് ആ സമയത്ത് വലിയ വിഷമം തോന്നി. അതുകൊണ്ടാണ് ഗേറ്റ് പൂട്ടുന്നത്. ബഹുമാനപ്പെട്ട തങ്ങൾ പ്രവാസിയും കൂടിയായിരുന്നു. പ്രവാസ ലോകത്ത് വലിയൊരു പോസ്റ്റിൽ ഉണ്ടായ ഒരു ആളും കൂടിയായിരുന്നു അല്ലേ തങ്ങൾ? അത് പ്രവാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ മാറ്റിമറിക്കുന്ന വലിയൊരു വിഷയമാണ്. പ്രവാസത്തെപ്പറ്റി ഞാൻ ഒരുപാട് എഴുതുകയൊക്കെ ചെയ്ത ആളാണ്. ഞാൻ നല്ല ഒരു 8-9 കൊല്ലം പ്രവാസ ജീവിതം 10-18 വർഷമായെങ്കിലും 8-9 വർഷക്കാലം ദായിറത്തുൽ ഖാസിൻ്റെ മുദീറായിരുന്നു ഞാൻ അബുദാബിയിൽ. ഷെയ്ഖ് സായിദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് മൂപ്പരുമായിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട്. മൂപ്പരടുക്ക് പലപ്പോഴും ഞങ്ങൾ പരിശുദ്ധ ഖുർആൻ അങ്ങോട്ട് ഓതി കൊടുത്തിട്ടുണ്ട്. മൂപ്പരിൽ നിന്ന് വലിയ ഹദിയകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഷെയ്ഖ് സായിദുമായിട്ടുള്ള നേരിട്ടുള്ള ആ ഒരു ബന്ധമാണ് തങ്ങൾ. മൂപ്പര് വഫാത്തിൻ്റെ പിറ്റേ ദിവസം ഞാൻ അവിടുന്ന് വിട്ടു. അതാ വലിയ മൂപ്പര് വഫാത്തായി മയ്യത്ത് നിസ്കരിച്ചൊക്കെ വന്ന് പിറ്റേ ദിവസം പിന്നെ ദായിറത്തുൽ ഖാസ് എന്ന് പറയുന്ന ഒരു സാധനം പിരിച്ചു വിട്ടു. അപ്പോൾ അബ്ദുള്ള ബിൻ സായിദ്, ഷെയ്ഖ് സായിദിൻ്റെ മകൻ പറഞ്ഞു, എൻ്റെ തങ്ങൾ നിൽക്കണം, പോകണ്ട. ഷെയ്ഖ് എന്ന് തന്നെ വിളിക്കുക, ഷെയ്ഖ് നിൽക്കണം, പോകണ്ട, ബഹുമാന സൂചകമായിട്ടുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് മടുത്തിനേട്ടാ. ഈ കാര്യം മാത്രമല്ല, ശരിക്കും മടുത്തിന്. കാരണം ഞാൻ മുമ്പ് കുറേ കാലം ഇവിടെ അധ്യാപകനായി മുദരിസായി സേവനം അനുഷ്ഠിച്ച ആളാണ് ഞാൻ. അപ്പോൾ വീണ്ടും നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാനസികമായിട്ടുള്ള ഈ സംരംഭം തുടങ്ങുന്നതിന് മുമ്പാണ്. അങ്ങനെയാണ് എനിക്കും അടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും ഇപ്പോൾ പോക്കണം. ആ വരവ് ഞാൻ ശരിക്കും പറഞ്ഞാൽ 5 വർഷം UAE ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. വലിയൊരു വിടവാണ് അതുണ്ടായത്. അന്ന് യൂസുഫ് അലി ഞങ്ങൾ ഒരു ബിൽഡിങ്ങിലായിരുന്നു താമസം ഉണ്ടായിരുന്നത്. അതായത് ലുലു MA യൂസുഫ് അലി. അന്ന് അയാൾക്ക് ഒറ്റ ഷോപ്പേ ഉണ്ടായിട്ടുള്ളൂ അവിടെ. തുടക്കത്തിൻ്റെ ആ സമയത്താണ്. നമുക്ക് നല്ല ബന്ധങ്ങളായിരുന്നു. അന്നുണ്ടായിരുന്ന പല ആളുകളും ഇന്നില്ല. അതൊക്കെ പ്രവാസ ജീവിതത്തിൻ്റെ നല്ലൊരു. അപ്പോൾ അന്ന് പ്രവാസം വിട്ടു വരുന്ന സമയത്ത് മജ്ലിസ് എന്ന ഒരു വിഷൻ, ഒരു സ്വപ്നമായിട്ട് മനസ്സിലുണ്ടായിരുന്നു. അത് വലിയൊരു ഇതാണ്. ഞാൻ എവിടെ പോയാലും സലാത്തും ദിക്റും സംഘടിപ്പിക്കാതെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ ബാംഗ്ലൂറാക്കി. ഇപ്പോൾ മജ്ലിസു ഷിഫ മജ്ലിസ് എന്നങ്ങനെ പറയാം. ഷിഫ മജ്ലിസ് ഒരു സലാത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഷിഫ മജ്ലിസ് കാരണം എന്ത് വന്നാലും അവിടെ സുഖമാവും. അതിപ്പോഴും ഇവിടെ അങ്ങനെ തന്നെയാണ്. ഏത് രോഗം വന്നാലും അവിടെ സുഖം. അങ്ങനെ ഷിഫ മജ്ലിസും ജനങ്ങളിട്ട പേരാണ്. പിന്നീട് ഞാനിവിടെ വന്നപ്പോൾ ഈ അജ്മീർ ഉപ്പാപ്പാൻ്റെ അടുത്ത്, അജ്മീറിൽ നിന്ന് കാണിച്ച ഇതനുസരിച്ചാണ് 2002 സെപ്റ്റംബർ 14 ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ശേഷമാണ് ഇത് ഇത്രയും വിപുലമായ രീതിയിലുള്ള ഈ മജ്ലിസൊക്കെ. അപ്പം അങ്ങനെ പിന്നെ മജ്ലിസു ഷിഫ ആ പഴയ പേര് തന്നെ നിലനിർത്തി മുമ്പോട്ട് പോകും. അപ്പോൾ ഈ മജ്ലിസു ഷിഫ ഈ സഖാഫിൽ ഇസ്ലാമി എന്നാണ് ഈ ട്രസ്റ്റിൻ്റെ പേര് തന്നെ. അതിൻ്റെ അണ്ടറിലായിട്ടാണ് എല്ലാ സ്ഥാപനങ്ങളും ഒക്കെ തന്നെയും വരുന്നത് അല്ലേ? അപ്പോൾ ഹജ്ജിൻ്റെ അല്ലെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ മാംഗ്ലൂരിലേക്കും കൂടെ മാറ്റി. അല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തെ മൊത്തം ആൾക്കാരും ആശ്രയിക്കേണ്ടി വരിക ബാംഗ്ലൂർ. ഇപ്പോൾ മാംഗ്ലൂർ ഇപ്പോൾ പുതിയ ഹജ്ജ് ഭവൻ പാസ്സായി. ഇപ്പോൾ പിന്നെ ഇപ്പം ഞാൻ ഹജ്ജ് കമ്മിറ്റി ആയിട്ട് ഏതാണ്ട് 1 വർഷം ആകുന്നു. 1 വർഷം കഴിഞ്ഞ ഹജ്ജ് പോകുമ്പോൾ തങ്ങൾ കമ്മിറ്റി മെമ്പറായിരുന്നു ലാസ്റ്റ് ടൈം. അതെ. ഇതിൽ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് റബ്ബിൻ്റെ അനുഗ്രഹമാണ്. 10-14 വർഷമായിട്ട് കേസിലുണ്ടായിരുന്ന ഒരു സ്ഥലം അതിപ്പോൾ നമുക്ക് ഹജ്ജ് ഭവൻ കെട്ടാൻ വേണ്ടി ഗവൺമെൻറ് അനുവദിച്ചു തന്നു.
അത് അനുവദിച്ച് തരലോട് കൂടെ ഒരു വലിയൊരു വിനായത്ത് എന്ന് പറയുന്ന ഒരു പൗരപ്രമുഖൻ അയാളുടെ ഉമ്മാൻ്റെ പേരിൽ 1.5 ഏക്കർ ജാഗ വീണ്ടും ഹജ്ജ് ഹൗസ് കെട്ടുമ്പോൾ നല്ല സ്ഥലമാണ്, കണ്ണായ സ്ഥലം. ഇപ്പോൾ 14 കോടി 14 CR ഇപ്പോൾ റെഡി നമ്മുടെ ഫണ്ടിലുണ്ട്. അത് പാസ്സായി. ഇനിയിപ്പോൾ അത് പോരെങ്കിൽ വീണ്ടും പാസ്സാക്കാമെന്ന് CM പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച കൂടിയ മീറ്റിംഗ്. ആവശ്യങ്ങൾ എന്താണ് അതിനനുസരിച്ച് ഇപ്പോൾ അതിൻ്റെ പിന്നെ ഒരു വലിയ പ്രവർത്തനത്തിലാണ് ഞങ്ങളുള്ളത്. പുതിയ സ്ഥാപനങ്ങളും അതിൻ്റെ ഹജ്ജ് ഹൗസ് നല്ല വളരെ വിപുലമായ രീതിയിൽ ഏതാണ്ട് 5000 ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന കൺവെൻഷൻ ഹാള്, ഈ 200ഓളം VIP റൂംസ്, പിന്നെ ലേഡീസ് ജെൻസ് പ്രത്യേക പ്രേയർ ഹാള്, വളരെ കാര്യങ്ങൾ ആരൊക്കെ തന്നെയാണെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈ ക്വാളിറ്റി നല്ല സ്റ്റാർ ഇതുള്ള ഹോട്ടൽ സമുച്ചയമൊക്കെ ഇതിലുണ്ട് ഈ ഒരു മേഖല. പ്രത്യേകിച്ച് നമ്മുടെ ഈ ആദൂർ മേഖലയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പിന്നോട്ടുള്ള ഒരു പോക്ക്, അല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ ജനങ്ങളുടെ ഒരു അവകാശ നിഷേധം കൂടിയല്ലേ തങ്ങളെ ഇവിടെ സംഭവിച്ചു പോകുന്ന ഒരു വിദ്യാഭ്യാസ മേഖലകളിൽ ഇല്ലാത്ത രാഷ്ട്രീയപരമായി സാമൂഹികപരമായി ചർച്ച ചെയ്യപ്പെടേണ്ടുന്നൊരു വിഷയമാണ്. പക്ഷേ നമുക്ക് ഈ ഇത്തരം വിദ്യാഭ്യാസങ്ങൾക്കുള്ള സപ്പോർട്ടിങ് ഇവിടുത്തെ സർക്കാരിൽ നിന്ന് വേണ്ടത്ര ലഭിക്കുന്നില്ല എന്ന വലിയൊരു ഖേദകരമായൊരു വിഷയമുണ്ട്. അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അതിന് എന്ത് പരിഹാരം എന്നത് എല്ലാവരും കൂടി ചിന്തിച്ച് ചെയ്യേണ്ടുന്ന വിഷയങ്ങളാണ്. ഇപ്പം നമ്മളുടെ മജ്‌ലിസിൻ്റെ കീഴിൽ ഇപ്പോൾ ഒരുപാട് കുടിവെള്ള പദ്ധതി ഉണ്ടാക്കി. ഇവിടെ കുടിക്കാൻ വെള്ളം ഇല്ലാണ്ട് ദാഹിക്കുന്ന ആളുകളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 60ഓളം വീടുകൾക്ക് കഴിഞ്ഞ ഒരു 3 വർഷം കൊണ്ട് നമ്മൾ മജ്‌ലിസിൻ്റെ പേരിലാണ്ട് ഒരുപാട് കിണറുകൾ കുടിച്ചു കൊടുത്തു, പാവങ്ങൾക്ക് വീടുകൾ കെട്ടിച്ചു കൊടുത്തു, ഒരു 6ഓളം വീടുകൾ കെട്ടിച്ചു കൊടുത്തു മജ്‌ലിസ്. ഇപ്പോൾ കുടിവെള്ള പദ്ധതി എന്ന പേരിൽ ഒരുപാട് പിന്നെ ഗവൺമെൻറ് പദ്ധതികളൊക്കെ വന്ന് കാണുന്നത് ശ്ലാഘനീയമാണ്, അത് സ്വാഗതാർഹമാണ്. അതിന് നമ്മൾ പിന്തുണ പ്രഖ്യാപിക്കണം. ഇപ്പോൾ തീർച്ചയായിട്ടും നല്ല കാര്യം ആര് ചെയ്താലും അതിന് പിന്തുണ പ്രഖ്യാപിക്കണം. പിന്നെ നമുക്കിവിടെ പ്രത്യേക രാഷ്ട്രീയ കാര്യങ്ങളൊന്നുമില്ല. എല്ലാ നേതാക്കന്മാരും ഇവിടെ വരും, എല്ലാ MP വരും, MLA വരും, ഒക്കെ വരും. എല്ലാവരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ. അവർക്ക് കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഇവർ ലൈറ്റ് വെച്ച് ഇപ്പോൾ MP ലൈറ്റ് വരാൻ പോകണം, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അതിൻ്റെ അവരുടെ പരിധിക്കകത്ത് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തങ്ങളുടെ മക്കൾ ഏതൊക്കെ മേഖലകളിൽ? മക്കളൊക്കെ നല്ല മക്കളാണ്. അതായത് അൽഹംദുലില്ലാഹ് ഇപ്പോൾ 4 ആൺമക്കൾ 3 പെൺമക്കളൊക്കെ കെട്ടിച്ചു കൊടുത്തു. ആൺമക്കൾ ഒരാൾ MCA മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, മൂപ്പരാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ ഭൗതികമായ സ്ഥാപനങ്ങൾ നോക്കുന്നത്. അതായത് വലിയ മോൻ മിസ്ബാഹ് തങ്ങൾ എന്ന് പറയും. മജ്‌ലിസിൻ്റെ മഞ്ഞമ്പാറ മജ്‌ലിസിൻ്റെ മജ്‌ലിസിൻ്റെ സ്കൂൾ തലത്തിലുള്ള മാനേജർ. പിന്നെ രണ്ടാമത്തെ ആൾ ബാംഗ്ലൂരാണ്, ആൾ LLB ഈ വർഷം പൂർത്തിയാക്കുകയാണ് ആൾ. പിന്നെ മൂന്നാമത്തെ ആളാണ് ഞാൻ പറഞ്ഞ നോളജ് സിറ്റിയിൽ LLB പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 4മത്തെ ആൾ നിസാമിയായി, അവർ ആലിമാണ്. അവർ ഇനിയിപ്പോൾ ഒരു വലിയ വിദ്യാഭ്യാസം IAS വരെ എത്തിക്കണം എന്നെൻ്റെ മനസ്സിലുണ്ട്. അതാണ് തങ്ങളുടെ ഒരു സ്വപ്നം. അതായത് ജനസേവനത്തിന് വേണ്ടി ഒരു മകനെ തന്നെ സമൂഹത്തിന് വേണ്ടി അങ്ങനെ വാർത്തെടുക്കുക എന്നുള്ളൊരു പദ്ധതി കൂടി തങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊന്നും ഒരു ചെറിയ വിഷൻ അല്ല തങ്ങൾ. നമ്മൾ അങ്ങനെ കരുതിയാൽ നമുക്ക് ഇനിയും ചെറുതന്നെ, നമ്മൾ വലുതായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത്രയും കൂളായിട്ട് തങ്ങൾ അങ്ങനെ ചിന്തിച്ചാലേ കാര്യങ്ങളൊക്കെ നടക്കും. പ്രവാസവും അതിനുശേഷം മജ്‌ലിസും ഈ നാടിൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടി ഒരു പുരുഷായുസ് മൊത്തം ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചു എന്ന് തന്നെ പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടാവില്ല ബഹുമാനപ്പെട്ട തങ്ങൾ. അപ്പോൾ എങ്ങനെ ഈ ഒരു ജീവിതം നോക്കിക്കാണുന്നു ഈ ഒരു ഘട്ടത്തിൽ? അല്ല, എനിക്ക് സന്തോഷമാണുള്ളത്. ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇത്രയെങ്കിലും കാരണം അത് വലിയ മനസ്സെന്ന് വരുന്ന ഒരു അല്ല, വലിയ വിഷയമായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല. ഇത് നമ്മളെ കൊണ്ടൊക്കെ ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ പരമാവധി. ഇനിയിപ്പോൾ വിശ്രമമൊന്നും നട്ടൊന്നുമില്ല. ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ജീവിതം എത്ര കാലം ഉണ്ടോ, ഞാൻ പറയുന്നുണ്ട് എപ്പോഴും, എനിക്ക് വിശ്രമം മരിച്ചതിൻ്റെ ശേഷമാണ്. ഖബറിൽ അവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ നന്നായി വിശ്രമിക്കാം, ആ ജീവിതം നന്നാകണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ തന്നെ പലപ്പോഴും വിദേശത്തേക്ക് ഓടി വരികയും പല കാര്യങ്ങളിൽ ഇടപെടുകയും എല്ലാ കാര്യങ്ങളിലും തങ്ങളുടെ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് തങ്ങളെ ഒന്ന് വിളിച്ച് ഒരു വിഷമം പറയുമ്പോൾ കിട്ടുന്ന ഒരു സമാശ്വാസം, അതൊക്കെ ഇന്നും നിലനിന്ന് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. മാത്രമല്ല തങ്ങൾ ചെറിയ കുട്ടികളോട് സംസാരിക്കുന്നതും ഏറ്റവും മുതിർന്നവരോട് സംസാരിക്കുന്നതും ആ തങ്ങളുടെ ആ ഒരു കാണുമ്പോൾ ഒരു പക്ഷേ വളരെ ഷാർപ്പായിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു ഗൗരവം തോന്നുന്നുണ്ട് എന്ന് എല്ലാവരും പറയാറുണ്ട് ഫോട്ടോയിലൊക്കെ. പക്ഷേ തങ്ങൾ നേരിട്ടറിയുന്നവർ അത്രയും സ്നേഹത്തോടെ, അത്രയും ഒരു ഉപ്പപ്പാൻ്റെ ഒരു സ്നേഹം പോലെ കരുതുന്നുണ്ട് അല്ലേ തങ്ങൾ?
അത് അങ്ങനെയാണല്ലോ. കുഞ്ഞുമക്കളൊക്കെ. എൻ്റെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മിക്കവാറും ദേഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, എൻ്റെ നിഘണ്ടുവിൽ അങ്ങനെ സാധനം ഇല്ല എന്ന് പറയുന്നത് ഞാൻ ദേഷ്യപ്പെടാറില്ല ഇല്ല. തങ്ങൾ. അപ്പോൾ ഞാൻ എപ്പോഴും ഏത് സമയത്തും ഫോൺ വിളിക്കാം. ചിലപ്പോൾ ഫോൺ റിസീവ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വിളിക്കുന്ന എത്രയും വിളിക്കാം എന്നൊക്കെ പറയാറുണ്ട്. അതായത് തങ്ങൾ എല്ലാ മേഖലയിലും ഉള്ളവരെ, രാഷ്ട്രീയവും സാംസ്കാരികം ബിസിനസ് എല്ലാവരെയും തങ്ങൾ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാവരുമായിട്ട് നേരിട്ടുള്ള ബന്ധങ്ങൾ അത് തങ്ങൾ എങ്ങനെ കാത്തു സൂക്ഷിച്ചു പോകുന്നുണ്ട് തങ്ങൾ? അങ്ങനെയൊന്നും പറയുന്നതിനോട് എനിക്കതിൽ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ സാധാരണ മനുഷ്യനല്ലേ, അതിന് എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക പരമാവധി. ഒരാളെ സമാശ്വസിപ്പിക്കുക ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇത്. ഇന്നഫീ തബസ്സുമിക്ക സദഖത്തും റസൂലുള്ളാഹി പറയുന്നു, നിൻ്റെ പുഞ്ചിരിയിൽ സദഖയുണ്ട് എന്ന്. പലപ്പോഴും വലിയ ഭാരമായി വന്ന ആളുകൾ പണ്ട് തങ്ങളുടെ മുഖം നോക്കി ഒന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങളതൊക്കെ പോയി. തീർച്ചയായിട്ടും അതാണ് റസൂലുള്ളാഹിൻ്റെ മാതൃകയാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് തങ്ങളെ നമ്മുടെ യുവതലമുറ ലഹരിയിലേക്കും മറ്റു കാര്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അതിന് നമുക്ക് എത്ര കണ്ട് എങ്ങനെ ഒരു തടയണ സൃഷ്ടിക്കാൻ പറ്റും? അത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇന്ന് കുറേ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന് വ്യക്തിപരമായി പേഴ്സണൽ ടു പേഴ്സൺ ഒരു കുട്ടി ഇതിൽ അഡിക്റ്റായി എന്ന് തോന്നിയാൽ ഇങ്ങനെ വാല് പറയലും പ്രസംഗിക്കലും മോട്ടിവേഷൻ കൊടുക്കുക, ആ കുട്ടീൻ്റെ വീട്ടിൽ പോവുക, കുട്ടീനെ ഏത് വിധത്തിലാണ് കുട്ടീനെ കയ്യിലാക്കുക എന്ന് മനസ്സിലാക്കുക, എന്നിട്ടുള്ള നല്ലൊരു മോട്ടിവേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വിങ് അതിന് വേണ്ടി രൂപീകരിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം വേണം. തീർച്ചയായും ഇപ്പം എല്ലാ മേഖലയുടെ ചെറുതും വലുതും ജാതിയും ഭേദമൊന്നും ഇല്ലാത്ത എല്ലാ ആൾക്കാരും ഇത് വളരെയേറെ സമൂഹത്തെ ഗ്രസിച്ചൊരു വിഷയമാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത്. ഏറ്റവും വലിയൊരു വൈറസോ അപകടമോ ഒരു ആഭ്യന്തര കലാപത്തിന് അപ്പുറത്തേക്ക് വരെ ഈ ഒരു അടുക്കളൻ്റെ അകത്ത് വരെ എത്തി ഈ വിഷയങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ അതിൽ ഏത് വിധത്തിലുള്ള ഒരു വലിയൊരു എന്താ പറയുക, അതിനൊരു കൂട്ടായ ശ്രമം, അതിന് പരിശ്രമം വേണമെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് അവരെ മോചിപ്പിക്കും. കാരണം ഒറ്റപ്പെട്ട കുറേ സംഭവങ്ങൾ എടുത്ത് വരാറുണ്ട് കേട്ടോ. ഒറ്റപ്പെട്ട അതിന് എഡിറ്റായ ആൾക്കാരെ, അതിന് ചില മെഡിസിനൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ബഹുമാനപ്പെട്ട താങ്കളൊരു ഡോക്ടറും കൂടിയാണ് അല്ലേ? അത് മുമ്പേ ഞാൻ യുനാനി ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ഒരു ഭീകരതയെ തുടച്ചു മാറ്റുന്നതിന് വേണ്ടി തങ്ങളുടെ ഈ ഒരു മുന്നൊരുക്കത്തിന് എല്ലാവരുടെയും, ഗവൺമെൻറ്റിൻ്റെ ആയിക്കോട്ടെ നാട്ടുകാരുടെ ഓരോ കുടുംബങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിലേ അത് പറ്റൂ എന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ തങ്ങൾ പറയുന്നുള്ളത്. അപ്പോൾ നമ്മുടെ യുവജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ യൂത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ്? അതായത് ഇപ്പോൾ ഏറ്റവും വലിയ മെസ്സേജ് ഒന്ന് ഈ മയക്കുമരുന്ന് അത് കൂട്ടുകൂടൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാട്സപ്പ് ഇതിൽ രണ്ട് വശങ്ങളുണ്ട്, നല്ലതുണ്ട്. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ പല മേഖലകളൊന്നും ഉണ്ടല്ലോ, രണ്ടുണ്ട്. പക്ഷെ കഴിവതും നമ്മൾ ഇതിൽ നിന്ന് ഒരല്പം പിറകോട്ട് പോവുക, പാലിക്കേണ്ട ആ ദൂരം പാലിച്ചിട്ട് ഒരു ലിമിറ്റേഷൻ. നമുക്ക് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കാണെങ്കിലും അധ്യാപകർക്കാണെങ്കിലും സാധാരണ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും അവരുടെ ജീവിതത്തെ ഒരു ടൈം ഷെഡ്യൂൾ പാലിക്കുക. ഇന്ന് അതില്ല. 24 മണിക്കൂറും നമ്മൾ ഈ വാട്സപ്പിന് അഡിക്റ്റാണ്. അതൊന്നും സോഷ്യൽ മീഡിയ അത് അത്യാവശ്യം നിർത്തിവെച്ച് നമ്മുടെ ജീവിതത്തിൽ കുടുംബമായിട്ട് ഒന്നിച്ച് ചേരാൻ, ഭാര്യയായിട്ട് സംസാരിക്കാൻ, മക്കളുമായി ഒന്നിച്ച് കൂടാൻ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ, ഇതിനു വേണ്ടി സമൂഹം നീക്കി വെക്കണം. എന്നിപ്പോൾ ഇല്ലായ്മ അതാണ്. സമയമില്ല ഏറ്റവും വലിയത്. ഇപ്പം ഞാൻ സത്യത്തിൽ അത് വളരെയേറെ പാലിക്കുന്ന ആളാണ്. ഞങ്ങൾ രാത്രിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചേ ഇരിക്കും. ഫോണ് മാറ്റി വെച്ച് അതൊരു മാതൃക കൂടിയാണ്. വീട്ടിനകത്തെത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് സാധാരണ പെണ്ണുങ്ങൾ ഫോൺ റൂമിൽ വെച്ച് വന്നാൽ മതി എന്ന് പറയുന്നത് എപ്പോഴും. അത് വലിയൊരു എനിക്ക് കിട്ടുന്നൊരു ഉപദേശമാണത്. തീർച്ചയായും അതൊക്കെ പിന്നെ നോക്കാം. അപ്പോൾ അതേപോലെ നമ്മൾ എൻ്റെ സ്റ്റാഫിനോടൊക്കെ ഞാൻ പറയും, ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ എടുക്കണ്ട, ഇനി ഞാനായാലും എടുക്കണ്ട. ഭക്ഷണത്തിൻ്റെ ആ ഒരു സന്ദർഭം, അത് ആ സന്ദർഭം എന്താ വെച്ചാൽ ഫോണിൽ നിന്ന് എഡിറ്റായിപ്പോയി മനുഷ്യൻ, ആ രീതിയിലുള്ളത്. രാവിലെ എഴുന്നേറ്റ് ആദ്യം എടുത്തു നോക്കും. അപ്പോൾ അതിന് നമ്മൾ ഒരു കൺട്രോൾ അവനവൻ സ്വയം ചെയ്യേണ്ടത്, ആർക്കും ഉപദേശിക്കേണ്ടത് അവനവൻ എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഇങ്ങനെയാണെന്നറിയാം, എന്നിട്ടും അതിനവൻ കുയ്യിൽ പോയി പോകും. ഇൻഷാ അല്ലാഹ് യുവാക്കളൊക്കെ ഒന്നിച്ച് വരൂ, നമുക്ക് ഒന്നിച്ച് പുതിയൊരു സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ്, പുതിയൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഇൻഷാ അല്ലാഹ്. അതായത് നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ ഉപരിപഠനത്തിന് വേണ്ടി, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി
മാംഗ്ലൂരും ബാംഗ്ലൂരും ഒക്കെയാണ് പോകുന്നത്. അത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. മജ്ലിസിൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ അണ്ടറിൽ ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് അക്കാഡമി അങ്ങനെയുള്ള പ്ലാനിങ്സ് മജ്ലിസിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വാർത്ത കേട്ടു, കേരള ഗവൺമെൻറ് പുതിയ യൂണിവേഴ്സിറ്റിക്ക് പെർമിഷൻ കൊടുക്കുകയാണ്. അതായത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിക്ക് അല്ല, പ്രൈവറ്റ് ആണെങ്കിലേ നമുക്ക് പറ്റുള്ളൂ. അത് പുതിയൊരു കാൽവെപ്പാണ്. നമ്മളിനി കേരള ഗവൺമെൻറ്റിൻ്റെ ആരാണ് കർണാടകത്തിലൊക്കെ കിട്ടുന്നുണ്ട്. ആരാണെങ്കിലും നല്ല ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണമായി നൽകുന്നത്. അൽഹംദുലില്ലാഹ് അത് നല്ലൊരു കാൽവെപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നോക്ക ജില്ലയിലെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ പറ്റും. അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും എന്ത് വില കൊടുത്തും മജ്ലിസ് അത് നിലനിർത്താനും അത് ആരംഭിക്കാനും തങ്ങളുടെ പ്രയത്നം കൂടി ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ പ്രതീക്ഷിക്കാം നമുക്ക്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ മത സാമൂഹിക സാംസ്കാരിക രംഗത്ത് മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തും ഒരുപാട് മാറ്റങ്ങൾ വിപ്ലവങ്ങൾ കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട തങ്ങളിനോട് ഈ ഒരു നാട് അല്ലെങ്കിൽ ആദൂര് മലയോര മേഖല എന്നും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയും തിരക്ക് പിടിച്ച ഈ ഒരു അവസരത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന ഈ ഒരു സമയത്തിന് വളരെ ആത്മാർത്ഥമായി മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി അറിയിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും. ജസാക്കല്ലാഹു ഖൈർ. ഇൻഷാ അല്ലാഹ്.